അപ്പത്തുണ്ടോ നിന്റെ മോളായിട്ട് നീ? ഇനി നമ്മള് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ കറി. അതിനാവശ്യമായ എണ്ണ, വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ കടുക് ഇടണം, 1 സ്പൂണ് കടുക്. ഇതാണ് നമ്മുടെ ചിക്കൻ ആവശ്യമായ മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഉപ്പും ഇട്ട് നമ്മൾ അരമണിക്കൂർ മുമ്പേ വെച്ചേക്കുവാണ്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, സവാള, കൊച്ചുള്ളി. നമ്മളിടാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടുക. ഇനി നമ്മളിടുന്ന തക്കാളി. തക്കാളി ഒന്ന് വാടട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിക്ക് ഇടവാടി വരട്ടെ, വെന്തോടയട്ടെ. ഇതെല്ലാം ഒന്ന് വാടിയപ്പോൾ കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും തക്കാളിയും നമ്മളിടാൻ പോകുന്ന സവാളയും കൂടെ ഒന്ന് വരട്ടെ. അതൊന്ന് വരണ്ടു വന്ന് ഈ സവാള ഇട്ട് വരട്ടെ. തോനെയാണോ മോനെ? ഉള്ളി തോനെയാണ്. ഇതിനാവശ്യമായ ഉപ്പും ഇട്ട് നമുക്ക് എടുക്കാം. പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വാടയെടുക്കുന്നു. അപ്പത്തുണ്ടോ നിന്റെ മോളായിട്ട് നീ? എന്തതിന് ഒരേ എന്തുക്കളും മരിച്ചില്ല. കുറെ എന്തുക്കള് പട്ടി വന്നേനെ. ഒരിടം അടിച്ചു ഓടിക്കണം. ഉള്ളി വാടട്ടെ നല്ലതുപോലെ. വാടട്ടെ. ഒരു ശകലം ഉപ്പും കൂടെ വേണം. ഒരു ശകലം ഉപ്പ് കൂടെ വേണം ഉള്ളിക്ക്. നോക്കേ മോളെ, ഉള്ളി കറക്റ്റാണോ? ഉപ്പ് കറക്റ്റാണോ ഉള്ളിയുടെ? ആണല്ലേ. ഉള്ളി നല്ലോണം വാടിയോ? എന്നാ വാടട്ടെ. ഉള്ളി ചേരം കൂടെ അതൊന്ന് വാടട്ടെ. വാടി വന്നില്ല. ഉള്ളി വാടി കിട്ടി. ഒരുവിധം വാടി. ഉള്ളി നല്ലതുപോലെ വാടി. അതിനാവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പെരിഞ്ജീരകം, പെരിഞ്ജീരകത്തിന്റെ പൊടി, കുരുമുളക് പൊടി, ഉള്ളിക്ക് ആവശ്യമായ മഹാലക്ഷ്മി. ഇനി നമ്മള് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാലയെല്ലാം ചേർത്ത് വെച്ചിരുന്നതാ.
ഈ വെള്ളം എന്തിനാ ഉരുളക്കിഴങ്ങ് തിളയ്ക്കുന്നത്? ഇത് വേണം, ഇത് വേണം. ചിക്കന് തണുപ്പ് മാറിയില്ല, അതാ. അങ്ങനെ ചിക്കനും ഉള്ളിയും എല്ലായിട്ടൊന്ന് വേവടിച്ച് കയറിയിരുന്നു. ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ചേർത്ത് ഇറച്ചിയായിട്ട് പരളുക. ഇനി നമുക്ക് അതിലേക്ക് ഇറച്ചിക്ക് ആവശ്യമായ ചൂടുവെള്ളം ഒഴിക്കാം. നമ്മളത് വെള്ളം ചൂടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യമായ ചൂടുവെള്ളം. ഇനി അതിൽ കടന്ന് ഇറച്ചി ഒന്ന് വേവട്ടെ. നമുക്ക് ഇതിനകത്തിന് ചിക്കൻ മസാല ഇടാനുണ്ട്. അത് തന്നെ വെന്ത് വരുമ്പം ഒന്ന് തിളയ്ക്കട്ടെ. പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതിനകത്തുള്ള വെള്ളവും അതിൻ്റെ പേസ്റ്റും എല്ലായിട്ടൊന്ന് സെറ്റാവട്ടെ. എന്നിട്ട് നമുക്ക് ഉപ്പില്ലെങ്കിൽ ഉപ്പിച്ചിരി ഇട്ട് കൊടുക്കണം. ഒന്ന് തിളയ്ക്കട്ടെ. ചിക്കൻ ഇച്ചിരി ഉപ്പും കൂടെ ആവശ്യമുണ്ട്. ചിക്കൻ കൂടെ തിളയ്ക്കുന്നു. നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ശകല ഉപ്പിൻ്റെ കുറവുകൊണ്ട് ഉപ്പ് ഇട്ട് കൊടുത്ത്. ഇനി നമുക്ക് ചിക്കൻ മസാല ഇടാം ഇതിനകത്ത്. നമ്മൾ ഈസ്റ്റനാണ് ഉപയോഗിക്കുന്നത്, ഈസ്റ്റേൺ ചിക്കൻ പൊടി. അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് ചിക്കനെല്ലാം വെന്ത് ചിക്കൻ കറി ആയിക്കഴിഞ്ഞു. ഇന്നത് തേങ്ങാപ്പാൽ ചേർക്കാം, എന്ത് വേണം, തേങ്ങ വറുത്തരയ്ക്കാം, എന്ത് വേണമെന്ന് ചെയ്യാം ഈ ചിക്കനകത്ത്. അങ്ങനെ നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി.